ഇടയ്ക്ക് വെച്ചൊന്ന് പതറിപ്പോയെങ്കിലും OnePlus 11, OnePlus 11R, അതുപോലെ OnePlusന്റെ ആദ്യ ഫോൾഡിംഗ് സ്മാർട്ട് ഫോൺ ആയിട്ടുള്ള OnePlus Open എന്നീ ഫോണുകൾ കൊണ്ട് ശക്തമായ ഒരു തിരിച്ചുവരവായിരുന്നു OnePlus നടത്തിയത്. അത്തരത്തിൽ OnePlus അതിനുശേഷം പുറത്തിറക്കുന്ന അവരുടെ ഏറ്റവും പുതിയ നമ്പർ സീരീസ് സ്മാർട്ട് ഫോൺ ആണ് OnePlus 12. അതാണ് എന്റെ കയ്യിലിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു OnePlus 12 എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ നമ്മൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യം നമുക്ക് കൃത്യമായി മനസ്സിലാവും. അതായത് OnePlusന്റെ അടുത്തിടെ പുറത്തിറങ്ങിയ OnePlus 11 സീരീസിലേക്ക് സ്മാർട്ട് ഫോണുകളുടെ സെയിം ഡിസൈൻ ലാംഗ്വേജ് ആണ് ഇവിടെയും OnePlus നിലനിർത്തുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഐഫോൺ ആണ് ഇത്തരം ഒരു കാര്യത്തിന് തുടക്കം കുറിച്ചത്. അതായത് ഐഫോൺ കഴിഞ്ഞ 1, 2, 3 സീരീസ് ആയിട്ട് ഐഫോണുകളെല്ലാം ഒരുപോലെ ഇരിക്കുകയാണ്. സാംസങ്ങിന്റെ S സീരീസ് ഫോണുകളും ഇപ്പോൾ കഴിഞ്ഞ 2, 3 സീരീസ് ആയിട്ട് ഒരുപോലെ ഇരിക്കുകയാണ്. അതുപോലെ പിക്സൽ ഫോൺ. ഇപ്പോഴത്തെ OnePlus അത്തരത്തിൽ ഡിസൈൻ ഐഡന്റിറ്റി നിലനിർത്തിക്കൊണ്ടാണ് OnePlus 12 പുറത്തിറക്കിയിരിക്കുന്നത്. ഇത് എന്റെ വലത്തെ കയ്യിലിരിക്കുന്ന OnePlus 11R ആണ്. രണ്ട് ഫോണുകളും സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ ആ ലോഗോയുടെ പ്ലേസ്മെന്റ്, ക്യാമറ, മൊഡ്യൂൾ ഒക്കെ ഏകദേശം ഡിറ്റോ സെയിം ആണെന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷേ ഇവിടെ OnePlus 12ൽ OnePlus 11R സംബന്ധിച്ച് കുറച്ചുകൂടി ഒരു വലിയ ക്യാമറ മൊഡ്യൂളാണ്. ഇവിടെ OnePlus 12ൽ ഇത്തവണ കൊണ്ടുവന്ന കാര്യമായിട്ടുള്ള ഒരു ഡിസൈൻ ചേഞ്ച് എന്ന് പറയുന്നത് അലർട്ട് സ്ലൈഡറിന്റെ പൊസിഷനിൽ വന്ന മാറ്റമാണ്. OnePlus 11 സീരീസിലേക്ക് അലർട്ട് സ്ലൈഡർ ഇത്തരത്തിൽ വലത് സൈഡിലാണെങ്കിൽ ഇത്തവണ OnePlus 12ലേക്ക് വരുമ്പോൾ അലർട്ട് സ്ലൈഡറിന്റെ പൊസിഷൻ ഇടത് സൈഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. OnePlus 11 സീരീസിൽ ഇടത് സൈഡിൽ ഉണ്ടായിരുന്ന വോളിയം റോക്കേഴ്സിനെയും കൂടി ഈ വലത് സൈഡിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. ഇങ്ങനെ വളരെ ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള ഡിസൈൻ ചേഞ്ചസ് മാത്രമാണ് OnePlus 12ൽ OnePlus 11 സീരീസിൽ നിന്ന് വരുത്തിയിരിക്കുന്നത്. ഈ ഒരു ഫോണിനകത്തും IR ബ്ലാസ്റ്റർ നൽകിയിട്ടുണ്ട്. അതുപോലെ മെറ്റാലിക് ഫ്രെയിമാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന് നൽകിയിരിക്കുന്നത്. അതുപോലെ ഗ്ലാസ് ബോഡിയാണ് ഈ ഒരു ഫോണിന് കൊടുത്തിരിക്കുന്നത്. പക്ഷേ OnePlus 11Rമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു ഫോണിന്റെ ബാക്ക് ഒരു അല്പം ഒരു ഹോളോ ഫീൽ നമുക്ക് നൽകുന്നുണ്ട്. ബാക്ക് പാനലിന് ഉപയോഗിച്ചിരിക്കുന്ന ഗ്ലാസ് അത്രയും ടഫസ്റ്റ് ഗ്ലാസ് ആണെന്ന് തോന്നില്ല. എങ്കിലും ഈ ഒരു ബാക്കിൽ പോലും കോണിംഗ് ഗൊറില്ല ഗ്ലാസ് 5ന്റെ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. ക്യാമറ മൊഡ്യൂളിന്റെ ഈ ഒരു റിംഗ് കണ്ടു കഴിഞ്ഞാൽ ഒരു പ്രീമിയം വാച്ചിന്റെ ഒക്കെ ഒരു ലുക്കാണ്, അതിൽ നിന്ന് ഇൻസ്പയർ ചെയ്ത ഒരു ഡിസൈൻ ആണ് OnePlus നൽകിയിരിക്കുന്നതെന്ന് പറയപ്പെടുന്നുണ്ട്. എന്ത് തന്നെയായാലും ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ബാക്ക് സൈഡും ഇത്തരത്തിൽ ആ ഒരു സൈഡെല്ലാം കർവ്ഡ് ആണ്. ഹോൾഡിങ്ങിന് അതുകൊണ്ട് നല്ല സുഖമാണ്. മാത്രമല്ല ഈ ഒരു ഫോണിന്റെ ഡിസ്പ്ലേയും കർവ്ഡ് ഡിസ്പ്ലേ ആണ്. സാംസങ്ങിന്റെ S സീരീസിൽ പോലും ഇത്തവണ ഫ്ലാറ്റ് ഡിസ്പ്ലേയിലേക്ക് മാറിയിട്ടും OnePlus ഇപ്പോഴും ആ ഒരു കർവ്ഡ് ഡിസൈൻ തങ്ങളുടെ ഫ്ലാഗ്ഷിപ്പ് ഫോണിൽ നിലനിർത്തുന്നത് ഒരു വലിയ കാര്യമായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇത്തവണ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ വെയിറ്റ് കാര്യമായിട്ട് കൂടിയിട്ടുണ്ട്. അത് നമ്മൾ കയ്യിൽ പിടിക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ മനസ്സിലാവുന്നുണ്ട്. നല്ല വെയിറ്റ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോൺ. അതുപോലെ അതിന്റെ ഒരു വെയിറ്റ് ഡിസ്ട്രിബ്യൂഷനും അത്ര പെർഫെക്റ്റ് ഒന്നും പറയാൻ ഇല്ല. അതുകൊണ്ട് തന്നെയാണ് 220 ഗ്രാമോളം ഭാരമുള്ള ഈ ഒരു സ്മാർട്ട് ഫോൺ നല്ലൊരു വെയിറ്റ് നമുക്ക് കയ്യിൽ ഫീൽ ചെയ്യിക്കുന്നത്. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഇത്തവണ ഈ ഒരു ഫിംഗർ പ്രിന്റിന്റെ പൊസിഷൻ വളരെ കറക്റ്റ് ആയിട്ടുള്ള ആപ്റ്റ് ആയിട്ടുള്ള പൊസിഷനിലേക്ക് മാറ്റി എന്നുള്ളതാണ്. എന്നാൽ OnePlus 11Rലേക്ക് ഇതൊക്കെ നമ്മൾ സൂക്ഷിച്ച് നോക്കിയാൽ കണ്ടില്ല, ആ ഫിംഗർ പ്രിന്റിന്റെ പൊസിഷൻ ഒരുപാട് താഴെയായിരുന്നു. ഇത് വളരെ കൺവീനിയന്റ് ആണ്. നമുക്ക് കൈ ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വളരെ ഈസിയാണ് ഈ ഒരു ഫിംഗർ പ്രിന്റിന്റെ പൊസിഷൻ എന്നുള്ളത്. അതുപോലെ ഈ ഒരു ഫോണിനകത്ത് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇത്തവണ ഇതിന്റെ ബാറ്ററി 5400 mAh OnePlus ഉയർത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ 4500 നിറ്റ്സ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ പീക്ക് ബ്രൈറ്റ്നസ്. ഞാൻ ഇത്രയധികം ബ്രൈറ്റ്നസ് ഉള്ള ഒരു സ്മാർട്ട് ഫോൺ ആദ്യമായിട്ടാണ് പരിചയപ്പെടുന്നത് പോലും. 3000 നിറ്റ്സ് വരെയൊക്കെയുള്ള ബ്രൈറ്റ്നസ് ഉള്ള ഫോണുകൾ നമ്മൾ പരിചയപ്പെട്ടു. പക്ഷേ ഇത് 4500 നിറ്റ്സ് പീക്ക് ബ്രൈറ്റ്നസ്. അപ്പോൾ നമുക്ക് ഒരിക്കലും ഇവിടെ ഈ ഒരു ബ്രൈറ്റ്നസ് ഇങ്ങനെ കൂട്ടുമ്പോൾ 4500 നിറ്റ്സിലൊന്നും എത്തില്ല. ഈ ബ്രൈറ്റ്നസ് മാക്സിമം വെച്ചാൽ 1600 നിറ്റ്സ് വരെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ബ്രൈറ്റ്നസ് ഇൻക്രീസ് ചെയ്യുന്നത്. HDR കണ്ടന്റ് ഒക്കെ പ്ലേ ചെയ്യുമ്പോൾ ബ്രൈറ്റർ ആയിട്ടുള്ള ഡിസ്പ്ലേയിലെ ചില ഭാഗങ്ങളിൽ ഈ പറയുന്ന 4500 നിറ്റ്സ് വിസിബിൾ ആവും. ഫോണിനകത്ത് ഫ്ലാഗ്ഷിപ്പ് ഫോണുകൾ കാണുന്ന തരത്തിലുള്ള ഡ്യുവൽ നാനോ സിം സ്ലോട്ട് ആണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫോണിനകത്ത് 3.5mm ഓഡിയോ ജാക്ക് ഇല്ല എന്നുള്ളതും ഓർമ്മിപ്പിക്കട്ടെ. ഇനി ഈ ഒരു ഫോണിന്റെ ഡിസ്പ്ലേയിലേക്ക് വന്നാൽ ആ ഒരു കർവ്ഡ് ഡിസ്പ്ലേ ഉള്ളത് കൊണ്ട് തന്നെ മനോഹരമായിട്ടുള്ള ഒരു ഇമേഴ്സീവ് ആയിട്ടുള്ള ഒരു വ്യൂയിങ് എക്സ്പീരിയൻസ് നമുക്ക് നൽകുന്നുണ്ട്. എസ്പെഷ്യലി ഈ പറയുന്ന മുകളിലേക്ക് ആ ഒരു ബെസലൊക്കെ വളരെ തിന്നാണ്. അതുപോലെ ചിഹ്നെന്നറിയപ്പെടുന്ന ഭാഗം വളരെ തിന്നാണ്. കാണാൻ അതിമനോഹരമായിട്ടുള്ള ഒരു ഡിസ്പ്ലേ അനുഭവം നമുക്ക് നൽകുന്നുണ്ട്. അത് OnePlus 11R എന്ന ഫോണിലും അതുപോലെ തന്നെയായിരുന്നു. അതിമനോഹരമായിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആയിരുന്നു നൽകിയിരുന്നത്. പക്ഷേ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇതിന്റെ ഈ ഒരു കോർണർ ഒക്കെ കണ്ടില്ലേ, എന്താ പറയുന്നത്, അത്രയും ഒരു സുഖക്കുറവ്, കുറച്ചും കൂടെ കർവി ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയെന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. സ്പെസിഫിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ അടിപൊളിയാണ്. 6.82 ഇഞ്ചിന്റെ ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. മാത്രമല്ല 120 ഹെഡ്സിന്റെ സ്ക്രീൻ റിഫ്രഷ് റേറ്റും കൊടുത്തിട്ടുണ്ട്. അതും LTPO റിഫ്രഷ് റേറ്റ് ആണ്. അതായത് 1 to 120 ഹെഡ്സ് വേരിയിങ് ആയിട്ടുള്ള ഒരു റിഫ്രഷ് റേറ്റ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഡിസ്പ്ലേക്ക് നൽകിയിരിക്കുന്നത്. ഗെയിം കളിക്കുമ്പോൾ അതിമനോഹരമായിട്ടുള്ള ഒരു റെസ്പോൺസ് അതുകൊണ്ട് തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഡിസ്പ്ലേ സമ്മാനിക്കും. ഈ ഒരു ഫോണിന്റെ ഡിസ്പ്ലേക്ക് 2K റെസൊല്യൂഷൻ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹയർ റെസൊല്യൂഷൻ ഉള്ള ഒരു ഡിസ്പ്ലേ ആണെന്ന് പറയേണ്ടി വരും. മാത്രമല്ല ഡോൾബി വിഷന്റെ സപ്പോർട്ട് ഈ ഒരു ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഡോൾബി വിഷൻ കണ്ടന്റുകൾ നമുക്ക് വാച്ച് ചെയ്യാൻ ഈ ഒരു സ്മാർട്ട് ഫോണിൽ സാധിക്കും. മാത്രമല്ല 2160 ഹെഡ്സിന്റെ PWM ഡിമ്മിങ്ങും ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതായത് ഈ ഒരു ഫോണിനകത്ത് ഫ്ലിക്കർ വളരെ കുറവാണെന്ന് പറയേണ്ടി വരും. കണ്ണിന് ഹാനികരമല്ല ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഡിസ്പ്ലേ. അതുകൊണ്ട് തന്നെ ബ്രൈറ്റ്നസ് ഒക്കെ നമ്മൾ ഇതുപോലെ കുറയ്ക്കുമ്പോൾ ഫോണിന്റെ ഡിസ്പ്ലേയിൽ വരുന്ന ആ ഒരു ഫ്ലിക്കറിംഗ് താരതമ്യേന മറ്റു ഫോണുകളെ അപേക്ഷിച്ച് കുറവായിരിക്കും. മാത്രമല്ല കോണിംഗ് ഗൊറില്ല ഗ്ലാസ് വിക്ടസ് 2ന്റെ പ്രൊട്ടക്ഷനും ഡിസ്പ്ലേയിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫോണൊക്കെ താക്കോലിനോടൊപ്പം ഒക്കെ പോക്കറ്റിൽ ഇട്ടിരുന്നാലും അധികം പോറലുകളൊന്നും വരില്ലെന്ന് ആശ്വസിക്കാം. പെർഫോമൻസിലേക്ക്
ത്രീ വന്നാൽ കഴിഞ്ഞ വർഷത്തെ OnePlus 11 നിന്ന് OnePlus 12 വന്നപ്പോൾ ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് പ്രോസർ ആയിട്ടുള്ള സ്നാപ്ഡ്രാഗൺ 8 Gen 3 എന്ന പവർഫുൾ പ്രോസറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഫോണിനകത്ത് നമുക്ക് സ്മൂത്തിൽ 90 FPS BGMI എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. വളരെ സീംലെസ് ആയിട്ടുള്ള ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് തന്നെയാണ്. ലാഗോ കാര്യങ്ങളോ ഒന്നുമില്ല, ഫ്രെയിം ഡ്രോപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. വളരെ സ്മൂത്ത് ആൻഡ് റെസ്പോൺസീവ് ആയിട്ടുള്ള ഒരു ഗെയിം പ്ലേ തന്നെയാണ് നമുക്ക് ഈ ഒരു ഫോണിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നത്. മാത്രമല്ല റാമും ഏറ്റവും ലേറ്റസ്റ്റ് റാം കൊടുത്തിട്ടുണ്ട്. LPDDR5X റാം ആണ് ഇത്തവണ കൊടുത്തിരിക്കുന്നത്. സ്റ്റോറേജ് ടൈപ്പ് എന്ന് പറയുന്നത് UFS 4 കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഫോണിനകത്ത് നമുക്ക് 16 GB റാം വരെയും അതുപോലെ സ്റ്റോറേജ് മാക്സിമം നമുക്ക് 512 GB വരെയും ലഭിക്കുന്നുണ്ട്. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇത്തവണ ഈ ഒരു ഫോണിനകത്ത് ഈ ഒരു ചാർജിംഗ് പോർട്ട് UFS 3.2 സപ്പോർട്ട് ഉള്ളതാണ്. അതായത് ഡേറ്റ ട്രാൻസ്ഫർ വളരെ ഫാസ്റ്റ് ആയിട്ട് നടത്താം. ഈവൻ നമുക്ക് Type-C പോർട്ട് ഉപയോഗിച്ചുകൊണ്ട് ഇതിന്റെ ഡിസ്പ്ലേ ഔട്ട് എടുത്തൊരു മോണിറ്റർ കൊടുത്താൽ വേണമെങ്കിൽ ഒരു കമ്പ്യൂട്ടർ പോലെ ഉപയോഗിക്കാൻ സാധിക്കും. അത്രയും ഫാസ്റ്റ് ആയിട്ടുള്ള ഡേറ്റ ട്രാൻസ്ഫർ ഇത്തവണ ഈ ഒരു USB-C പോർട്ടിൽ OnePlus നൽകിയിട്ടുണ്ട്. ഇതിന്റെ AnTuTu സ്കോർ പരിശോധിച്ചാൽ നമ്മൾ ഈ ഒരു ഫോണിന്റെ AnTuTu സ്കോർ ഇവിടെ ടെസ്റ്റ് ചെയ്തു. ഏകദേശം 15,60,000 റേഞ്ചിലുള്ള ഒരു AnTuTu സ്കോർ ആണ് നമുക്ക് വരുന്നത്. സത്യം പറയല്ലോ, ആക്ച്വലി ഈ ഒരു ഫോണിന് അത്ര AnTuTu സ്കോർ വന്നാൽ പോരാ. കാരണം സ്നാപ്ഡ്രാഗൺ 8 Gen 3 എന്ന പ്രോസർ, റാം ഒക്കെ അടിപൊളി, ഈ പറഞ്ഞ സ്റ്റോറേജ് എല്ലാം അടിപൊളിയായിട്ടുള്ള ഒരു സ്പെക്കാണ് കൊടുത്തിരിക്കുന്നത്. ഈവൻ നമ്മൾ ഇതിനകത്ത് ഗെയിം കളിച്ചപ്പോൾ അനന്തു പറഞ്ഞ പോലെ കിടിലനൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് ലഭിക്കുന്നുണ്ട്. എസ്പെഷ്യലി ഈ പറഞ്ഞ BGMI 90 FPS കിട്ടുന്നു എന്നുള്ളത് തന്നെ ഒരു വലിയ കാര്യമാണ്. പക്ഷേ ഈ ഫോണിനകത്ത് ഈ പറഞ്ഞ പോലെ ഞാൻ 2 വട്ടം അതിൻ്റെ ഒരു AnTuTu സ്കോർ ടെസ്റ്റ് ചെയ്തപ്പോഴും 15 ലക്ഷം 16 ലക്ഷത്തിന് അടുത്തുള്ള ഒരു സ്കോറാണ് കിട്ടിയത്. അത് പോരാ, ആക്ച്വലി ഒരു 19-20 ലക്ഷം AnTuTu സ്കോർ കിട്ടേണ്ട ഒരു ഫോണാണ്. എന്തായാലും അങ്ങനെ ഒരു സ്കോറാണ് കിട്ടിയത്. പക്ഷേ പെർഫോമൻസ് എന്തായാലും ഈ ഒരു ഫോൺ ടോപ്പ് നോച്ച് ആണെന്ന് പറയേണ്ടി വരും. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, നമ്മളിതിൻ്റെ CPU ത്രോട്ട്ലിംഗ് നമ്മൾ ടെസ്റ്റ് ചെയ്തു. ഏകദേശം 15 മിനിറ്റ് നേരം ഈ ഒരു ഫോൺ CPU ത്രോട്ട്ലിംഗ് ടെസ്റ്റ് നടത്തിയപ്പോൾ നോക്കി യാതൊരുവിധ ത്രോട്ട്ലിംഗ് ഇഷ്യൂവും കാണിക്കുന്നില്ല. ടെസ്റ്റ് റിസൾട്ട് കാണിക്കുന്നത് തന്നെ നോ CPU തെർമൽ ത്രോട്ട്ലിംഗ് ഡിറ്റക്റ്റഡ് എന്ന് തന്നെയാണ് കാണിക്കുന്നത്. സാധാരണ പല ഫോണുകളും 86% ഒക്കെയാണ് കാണിക്കാറുള്ളത്. ഇത് ഇത്തരത്തിൽ ത്രോട്ട്ലിംഗ് എന്ന് പറയുന്ന ഇഷ്യൂ അങ്ങനെ ഇല്ല. അതുപോലെ ഈ ഒരു ഗ്രാഫ് ഏരിയ നമ്മൾ നോക്കിയാലും മനസ്സിലാവും. സാധാരണ ഫോണുകൾ ചിലപ്പോൾ ഇങ്ങനെ ബ്ലഡ് കോരി ഒഴിച്ചാണെങ്കിൽ ഇങ്ങനെ ചുവപ്പ് ത്രോട്ട്ലിംഗ് ഇഷ്യൂസ് കാണിക്കാറുണ്ട്. ഇവിടെ അത്തരം ഒരു വിഷയവും എന്തായാലും ഈ ഒരു ഫോണിലില്ല. ശരിക്കും പറഞ്ഞാൽ പെർഫോമൻസ് സൈഡ് ഈ ഒരു ഫോൺ അടിപൊളി തന്നെയാണ്. ക്യാമറയെ കുറിച്ച് പറഞ്ഞാൽ 3 ക്യാമറകളാണ് ഫോണിന്റെ ബാക്ക് സൈഡിലായിട്ട് നൽകിയിരിക്കുന്നത്. 50 മെഗാ പിക്സൽ ഒരു പ്രൈമറി സെൻസർ കൊടുത്തിരിക്കുന്നു. അത് സോണിയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സോണി LYT808 എന്ന് പറയുന്ന സെൻസറാണ്. ഇതായിരുന്നു OnePlus ഓപ്പൺ എന്ന് പറയുന്ന ഫോണിനകത്തും OnePlus കൊടുത്തിരുന്നത്. അതുപോലെ തന്നെ രണ്ടാമത്തെ ക്യാമറയായിട്ട് ഒരു അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ, അതും 48 മെഗാ പിക്സലിൽ കൊടുത്തിട്ടുണ്ട്. മൂന്നാമത്തെ ക്യാമറയായിട്ട് 64 മെഗാ പിക്സൽ ഒരു പെരിസ്കോപ്പിക് ലെൻസുമാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ക്യാമറ മൊഡ്യൂൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇത്തവണ വ്യത്യസ്തമായിട്ട് ഓരോ ലെൻസിന്റെയും ഫോക്കൽ ലെങ്തും അപ്പർച്ചറും എല്ലാം അതാത് ഭാഗങ്ങൾ എഴുതിയിരിക്കുന്നത് കാണാം. ഇത് ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ ഒരു OnePlus ഫോണിൽ കാണുന്നത്. അതുപോലെ ഹാസൽബ്ലാഡിന്റെ കോർപ്പറേഷൻ ഉണ്ട് എന്ന് ഇവിടെ ഈ ഒരു H എന്ന സിമ്പലിലൂടെയും നമുക്ക് മനസ്സിലാക്കാം. ഇത് 1x എടുത്തൊരു ഫോട്ടോയാണ്, എന്നാൽ ഇത് വൈഡ് ആംഗിൾ ഉപയോഗിച്ചുകൊണ്ട് എടുക്കുന്ന ഫോട്ടോയാണ്. അപ്പോൾ ഈ രണ്ട് ഫോട്ടോകളും തമ്മിലുള്ള കളർ ഡിഫറൻസ് കാര്യമായിട്ടുള്ള ഒരു ഡിഫറൻസ് ഒന്നും ഇല്ല, ഏതാണ്ട് ഐഡന്റിക്കൽ തന്നെയാണെന്ന് പറയേണ്ടി വരും. ഇത് ഈ ഒരു ഫോണിന്റെ 6x സൂം ഉപയോഗിച്ചുകൊണ്ട് എടുത്ത ഫോട്ടോയാണ്. ഒരുവിധം നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഫോട്ടോ തന്നെയാണ് ഈ ഒരു രീതിയിൽ നമുക്ക് എടുക്കാൻ സാധിക്കുന്നത്. അതുപോലെ ഈ കാണുന്ന ഫോട്ടോയും 6x സൂമിൽ എടുത്ത ഫോട്ടോയാണ്. അപ്പോൾ ക്വാളിറ്റി ലോസ് ഒന്നും ഇല്ലാതെ മനോഹരമായിട്ടുള്ള ഫോട്ടോകൾ, എസ്പെഷ്യലി അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ബോക്കയൊക്കെ അതിമനോഹരമായിട്ട് നമുക്ക് ഈ ഒരു 6x സൂമിൽ കിട്ടുന്നുണ്ട്. എന്നാൽ ഇതെന്ന് പറയുന്നത് 3x സൂമിൽ എടുത്ത ഫോട്ടോയാണ്. ആ ഒരു 3x സൂമിലും നാച്ചുറൽ ബോക്കെ എഫക്റ്റ് നമുക്ക് കൃത്യമായിട്ട് ലഭിക്കുന്നുണ്ട്. എന്നാൽ ഇത് 2x സൂമാണ്. അപ്പോൾ 2x സൂമിലേക്കൊക്കെ വരുമ്പോൾ 3xന്റെയും 6xന്റെയും അത്രയും ഒരു ഗുണം ആ ഒരു ഫോട്ടോയ്ക്ക് ഇല്ലെങ്കിലും പടത്തിന് മറ്റ് പോരായ്മകളൊന്നും നമുക്ക് പറയാനില്ല. ആ പടത്തിന്റെ ഒരു ചന്തം അല്പം കുറയുന്നത് മാത്രം, സൂം കുറഞ്ഞത് കൊണ്ട് മാത്രം. ഇത് എന്നാൽ 1x എടുക്കുന്ന ഫോട്ടോയാണ്. എന്നാൽ ഇതെന്ന് പറയുന്നത് വൈഡ് ആംഗിൾ ഉപയോഗിച്ചുകൊണ്ട് എടുക്കുന്ന ഫോട്ടോയുമാണ്. ഇത് ഈ ഒരു ഫോണിൽ മാക്രോ മോഡിൽ എടുത്ത ഫോട്ടോയാണ്. അതും അത്യാവശ്യം ക്വാളിറ്റി നൽകുന്ന ഒരു ഫോട്ടോ തന്നെയാണ്. ഇതെല്ലാം ഒരുവിധം ക്വാളിറ്റി കൃത്യമായി നൽകുന്നുണ്ട്. പക്ഷേ അങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് ഒബ്ജക്റ്റിനോട് അടുത്ത് വളരെ ഡീറ്റെയിൽ കിട്ടുന്ന രീതിയിലുള്ള ഒരു മാക്രോ ഷോട്ട് നമ്മൾ ഇതിനകത്ത് പ്രതീക്ഷിക്കേണ്ട. ഇത് ഈ ഒരു ഫോണിന്റെ വൈഡ് ആംഗിൾ സെൻസർ ഉപയോഗിച്ചുകൊണ്ട് എടുത്ത ഫോട്ടോ. ഇത് 1x, ഇത് വന്നിട്ട് 2x, ഇത് 3x, ഇത് വന്നിട്ട് 6x. അപ്പോൾ ഈ ഒരു 6x വരെ വരുമ്പോൾ പോലും ക്വാളിറ്റിയിൽ അത്രയും ലോസ് വരുന്നില്ല നമുക്ക് കാണാൻ സാധിക്കും. ഇത് മാക്സിമം സൂമിംഗ് കപ്പാസിറ്റി ആയിട്ടുള്ള 120x എടുത്ത ഫോട്ടോയാണ്. പക്ഷേ 120x വരെയൊക്കെ സൂം ചെയ്യുമ്പോഴേക്കും ഫോട്ടോ ഒരുമാതിരി ഓയിൽ പെയിന്റ് പോലെ ആകുന്നതായിട്ട് നമുക്ക് കാണാം. ഇത് ഈ ഒരു ഫോണിന്റെ സെൽഫി ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് എടുത്ത ഫോട്ടോകളാണ്. പക്ഷേ എടുത്തു പറയേണ്ട ഒരു കാര്യം, സെൽഫി ക്യാമറ 32 മെഗാ പിക്സലിലേക്ക് അപ്ഗ്രേഡ് വന്നെങ്കിലും പടം ഓക്കെയാണ്, കൊള്ളാം. പക്ഷേ ഒരു കോൺട്രാസ്റ്റ് കുറച്ചുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാമെന്നൊരു അഭിപ്രായമുണ്ട്. കാരണം എൻ്റെ മുടിയായാലും ഞാൻ ഇട്ടിരിക്കുന്ന ഷർട്ടായാലും ബ്ലാക്ക് കളർ, അതൊരു ബ്രൗണിഷ് ടിൻറ്റിലാണ് ഈ ഒരു സെൽഫിയിൽ കിട്ടുന്നത്. കുറച്ചുകൂടെ ഒരു കോൺട്രാസ്റ്റ് കൊടുത്തുകൊണ്ട് ഒരു ബ്ലാക്ക് ടോൺ കുറച്ച് കൂട്ടിയിരുന്നെങ്കിൽ ഈ ഒരു പടം കാണാൻ കുറച്ചുകൂടെ ഭംഗിയാണ്. നമ്മളൊന്ന് ട്യൂൺ ചെയ്ത് എഡിറ്റ് ചെയ്തെടുത്താൽ അടിപൊളി ഫോട്ടോ തന്നെ നമുക്ക് സെൽഫിയിൽ നിന്നും കിട്ടും. പക്ഷേ ബൈ ഡിഫോൾട്ട് കിട്ടുന്നത് ഒരു അല്പം സോഫ്റ്റ് ലുക്കുള്ള സെൽഫി ഫോട്ടോയാണെന്ന് പറയട്ടെ, ബാക്ക് ക്യാമറയെ അപേക്ഷിച്ച്. ഇത് ഇത്തരത്തിൽ മാക്രോ മോഡിൽ എടുത്ത ഫോട്ടോയാണ്. അതിനകത്ത് ആ ഒരു ഈച്ചയൊക്കെ നമുക്ക് വിസിബിൾ ആണ്. എന്നാൽ ഇത്
6x ആണ്. അതിമനോഹരമായിട്ടുള്ള ഫോട്ടോ ആണ് 6xൽ കിട്ടുന്നത്. ഈവൻ ആ ഒരു പ്രതിമയുടെ സൈഡിലുള്ള ഒരു ചെലന്തി വല പോലും നമുക്ക് കൃത്യമായിട്ട് ഇതിനകത്ത് വിസിബിൾ ആകുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇത് 3x, ഇത് 2x, ഇത് 1x, ഇത് വൈഡ് ആംഗിൾ. അപ്പോൾ ഇത്രയും ക്യാമറയിൽ നിന്ന് ദൂരത്തിൽ നിന്ന ഫോട്ടോയാണ് 6x സൂം ചെയ്യുമ്പോൾ ഏകദേശം ഇത്രയും അടുത്ത് ഈ ഒരു ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് എടുക്കാൻ സാധിക്കുന്നത്. ഇത് 6xൽ എടുത്ത ഫോട്ടോയാണ്. ഇത് 3x, 2x, 1x വൈഡ് ആംഗിൾ, ഇത് അതിന്റെ മാക്രോ ഷോട്ട്. ഈ ഒരു പെരിസ്കോപ്പിക് ലെൻസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് 3x വരെ ഒപ്റ്റിക്കലി സൂം ചെയ്തുകൊണ്ട് ഫോട്ടോകൾ എടുക്കാൻ സാധിക്കും. വീണ്ടും നമ്മൾ ഡിജിറ്റലി സൂം ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിൽ 120x വരെ സൂം ചെയ്തുകൊണ്ടും ഫോട്ടോകൾ എടുക്കാൻ സാധിക്കും. എന്നാൽ വീഡിയോ വിഭാഗത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം ഇതുപോലെ 18x സൂം ചെയ്തുകൊണ്ട് വീഡിയോകളും എടുക്കാൻ സാധിക്കും. ബാക്ക് ക്യാമറയിൽ നമുക്ക് മാക്സിമം ഇത്തവണ 8K റെസൊല്യൂഷനിൽ 24 ഫ്രെയിംസ് പെർ സെക്കൻഡ് വരെയുള്ള വീഡിയോകൾ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. ഇത് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ പ്രൈമറി സെൻസർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ 8K റെസൊല്യൂഷനിൽ 24 FPS-ലുള്ള വീഡിയോ ആണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സ്കൈ കണ്ടിട്ട് തെറ്റിദ്ധരിക്കേണ്ട. ആ ഒരു സ്കൈ ഇന്നത്തെ ദിവസം ഫുള്ളി ക്ലൗഡിയാണ്. അതുകൊണ്ടാണ് ആ ഒരു രീതിയിൽ കാണുന്നത്. അപ്പോൾ ഒരു കളറെല്ലാം ഏതാണ്ട് ഓക്കെ ആയിട്ടുള്ള കറക്റ്റായിട്ടുള്ള ഒരു കളർ തന്നെയാണ് ഇത് ഗ്രാബ് ചെയ്യുന്നതെന്ന് വേണം പറയാം. കുഴപ്പമില്ലാത്തൊരു വീഡിയോ ക്വാളിറ്റി തന്നെയാണ് കിട്ടുന്നത്. ഇത് ഞാനിവിടെ നടന്ന് ആണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ 8K റെസൊല്യൂഷനാണ്. എന്നിട്ടും ഒരുവിധം സ്റ്റേബിളായിട്ടുള്ള വീഡിയോ ഫുട്ടേജ് തന്നെയാണ് കിട്ടുന്നത്. എടുത്തു പറയേണ്ട ഒരു വെൽക്കം ചേഞ്ച് ഇത്തവണ വന്നിരിക്കുന്നതെന്ന് പറയുന്നത്, സാധാരണ OnePlusന്റെ ഏത് ഫോൺ എടുത്താലും അതിൻ്റെ എല്ലാം സെൽഫി ക്യാമറ 16 മെഗാ പിക്സലിൻ്റെ സ്ഥിരം സെൻസർ ആയിരുന്നെങ്കിൽ ഇത്തവണ അത് മാറി 32 മെഗാ പിക്സലിൻ്റെ സെൻസർ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ഇത്തവണ 4K റെസൊല്യൂഷനിൽ 30 ഫ്രെയിംസ് പെർ സെക്കൻഡ് വരെയുള്ള വീഡിയോകൾ നമുക്ക് ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് എടുക്കാൻ സാധിക്കും. മുൻകാല OnePlus ഫോണുകളെല്ലാം നമ്മളെ നിരാശപ്പെടുത്തുന്ന ഒരു കാര്യം ഈ പറഞ്ഞതുപോലെ എൻ്റെ സെൽഫി ക്യാമറയിൽ 4K റെസൊല്യൂഷൻ സപ്പോർട്ട് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ ഇപ്പോൾ ഈ ഒരു ഫോണിനകത്ത് ഇത്തരത്തിൽ സെൽഫി ക്യാമറയിൽ 4K റെസൊല്യൂഷൻ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ 4K റെസൊല്യൂഷൻ സെൽഫി വീഡിയോ ആണ് ഈ ഷൂട്ട് ചെയ്യുന്നത്. ഒരു സ്റ്റെബിലൈസേഷൻ ഉണ്ട്. പക്ഷേ ഓർക്കുക, നമ്മൾ എക്സ്ട്രാ സ്റ്റെബിലൈസേഷൻ ആഡ് ചെയ്യുമ്പോഴേക്കും ഇതിൻ്റെ 4Kയിൽ നിന്ന് അത് ഫുൾ HDയിലേക്ക് സ്വിച്ച് ആവുകയും ചെയ്യും. അതുപോലെ ഈ ഒരു ഫോണിൻ്റെ ബാക്ക് ക്യാമറ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇത്തരത്തിൽ HDR ഡോൾബി വിഷൻ വീഡിയോകൾ പോലും നമുക്കിപ്പോൾ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. അതും 4K റെസൊല്യൂഷൻ 30 ഫ്രെയിംസ് പെർ സെക്കൻഡ് വരെയുള്ള HDR ഡോൾബി വിഷൻ വീഡിയോകൾ നമുക്ക് ഷൂട്ട് ചെയ്യാം. ഐഫോണിൻ്റെ ഒക്കെ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് ഷൂട്ട് ചെയ്യുന്ന തരത്തിലുള്ള HDR വീഡിയോകൾ ഷൂട്ട് ചെയ്യാം. നമുക്കറിയാം ചില ഇൻസ്റ്റാഗ്രാം റീൽ വീഡിയോകൾ നമ്മുടെ ഫോണിൽ HDR സപ്പോർട്ടുള്ള ഫോണിൽ കാണുമ്പോൾ ചില റീലുകൾ ഇങ്ങനെ എടുത്ത് ഗ്ലോ ചെയ്ത് നിൽക്കുന്ന ഒരു ഫീൽ ഉണ്ട്. അത് HDRൽ ഐഫോണിൽ ഷൂട്ട് ചെയ്യുന്നതാണ്. അത്തരം വീഡിയോകൾ നമുക്ക് ഈ ഒരു ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഷൂട്ട് ചെയ്യാമെന്നുള്ളതും പ്രത്യേകതയാണ്. വൈഡ് ആംഗിൾ പോലും ഇത്തവണ 4K റെസൊല്യൂഷൻ നമുക്ക് കിട്ടുന്നു എന്നുള്ളതൊരു വലിയ കാര്യമാണ്. നോർമൽ സെൻസറിൽ 8K റെസൊല്യൂഷൻ കിട്ടുമ്പോൾ ഈ ഷൂട്ട് ചെയ്തിരിക്കുന്നത് 4Kയിലെ വൈഡ് ആംഗിൾ വീഡിയോ ആണ്. നല്ല പൊരി വെയിലത്താണ് നിങ്ങളിപ്പോൾ ഈ കണ്ട സാമ്പിളുകളെല്ലാം ഞാൻ താഴെ നിന്ന് എടുത്തത്. അത്രയും നേരം ഞാൻ ഈ ഒരു ഫോൺ ജസ്റ്റ് ഉപയോഗിച്ചപ്പോൾ തന്നെ ചെറുതായിട്ട് ഈ ഒരു ഫോൺ വാം ആവുന്നുണ്ട്. ഒരു 40 ഇപ്പം മാക്സിമം 40.9 ഒക്കെ കാണിക്കുന്നു, 41 കാണിക്കുന്നു. ആ ഒരു രീതിയിലുള്ള ഒരു വാം ഈ ഒരു ഫോൺ വരുന്നുണ്ട്. അതായത് 42.3 വരെ മാക്സിമം നമുക്ക് കാണിക്കുന്നുണ്ട്. അത് സാധാരണമാണ് എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. കണ്ടില്ല, അതിപ്പം മാക്സിമം കിട്ടിയിരിക്കുന്നത് 42.3 ആണ്. എന്നാൽ ഡിസ്പ്ലേയുടെ ഭാഗമാണ് കുറച്ചുകൂടി ചൂട് കൂടുതലായിട്ട് ഹീറ്റ് ഫീൽ ചെയ്യുന്നത്. കാരണം നമ്മൾ ഡിസ്പ്ലേ ടെസ്റ്റ് ചെയ്യുമ്പോൾ കണ്ടില്ലേ 43.8 വരെ ചൂടാവുന്നുണ്ട്. സാധാരണ ഫോണുകളുടെ രീതി എന്തായാലും, പക്ഷേ കൈ പിടിക്കുമ്പോൾ നന്നായിട്ട് നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ ഈ ഒരു ഫോണിന് അല്പം വെയിറ്റ് കൂടുതലാണെന്ന് പറഞ്ഞു. അതിൻ്റെ പ്രധാന കാരണക്കാരൻ ഇതിനകത്ത് ബാറ്ററിയാണ്. ഇത്തവണ ബാറ്ററി സാധാരണ 5000 mAh നിന്ന് 5400 mAh ആണ് ഇത്തവണ ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫോണിൻ്റെ വെയിറ്റ് ഈ പറഞ്ഞ 220 ഗ്രാം ആ ഒരു ലെവലിലേക്ക് കൂടിയിട്ടുണ്ട് എന്ന് പറയാതെ വയ്യ. അപ്പോൾ ഇത് ചാർജ് ചെയ്യാനായിട്ട് 100 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറാണ് ഫോണിൻ്റെ ബോക്സിനോടൊപ്പം കൊടുത്തിരിക്കുന്നത്. മാത്രമല്ല OnePlus 11ൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ ഒരു ഫോൺ ഇത്തവണ വയർലെസ് ചാർജിങ് സപ്പോർട്ടുണ്ട്. അതും വെറും വയർലെസ് ചാർജിങ് സപ്പോർട്ട് അല്ല, 50 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് വയർലെസ് ചാർജിങ് സപ്പോർട്ടാണ് നൽകിയിരിക്കുന്നത്. ഓർക്കുക, S24 Ultra പോലും ഇപ്പോഴും വയർലെസ് ചാർജിങ് സപ്പോർട്ട് 15 വാട്ടാണ്. അപ്പോൾ ഇത് 50 വാട്ടിന്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ട് ഉണ്ട്. അപ്പോൾ അത്രയും ഫാസ്റ്റ് ആയിട്ടുള്ള വയർലെസ് ചാർജർ ഉപയോഗിച്ചാൽ നമുക്ക് വളരെ വേഗത്തിൽ, എനിക്കൊന്ന് ഏകദേശം 55 മിനിറ്റ് കൊണ്ട് വയർലെസ് ചാർജിങ് ഉപയോഗിച്ച് വേണമെങ്കിലും നമുക്ക് ഈ ഒരു ഫോൺ ഫുൾ ചാർജിങ്ങിൽ എത്തിക്കാം. സാധാരണ ഇതിന്റെ തന്നെ ചാർജർ ഉപയോഗിച്ചാൽ വെറും 23 മിനിറ്റ് കൊണ്ട് ഫുൾ ചാർജ് ചെയ്യാം. കൂടാതെ ഈ ഒരു ഫോണിനകത്ത് റിവേഴ്സ് വയർലെസ് ചാർജിങ് സപ്പോർട്ട് കൂടിയുണ്ട്. വേറെ വയർലെസ് ചാർജിങ് സപ്പോർട്ടുള്ള ഫോണുകളോ അല്ലെങ്കിൽ ഹെഡ്സെറ്റോ ഒക്കെ ഇതിന്റെ പുറത്ത് വെച്ചതുകൊണ്ട് ചാർജ് ചെയ്യാം. മറ്റ് ചില ഫീച്ചറുകൾ ഈ ഒരു ഫോണിനകത്തുള്ളതെന്ന് പറയുന്നത് റെയിൻ ടച്ച് എന്ന് പറയുന്ന ഒരു ഫീച്ചർ നൽകിയിട്ടുണ്ട്. അതായത് ഇതിന്റെ ഡിസ്പ്ലേ വെള്ളത്തുള്ളികൾ ഉണ്ട് എന്ന് കരുതുക. ആ വെള്ളത്തുള്ളികൾ ഉൾപ്പെടെ നമ്മൾ ഫോണിന്റെ ഡിസ്പ്ലേയിൽ ടച്ച് ചെയ്താലും ഗോസ്റ്റ് ടച്ച് ഒന്നും വരില്ല. അതായത് തെന്നി മറിഞ്ഞ് അങ്ങോട്ടുള്ള ടച്ചിങ് രീതികളൊന്നും വരില്ല. പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ടച്ച് ചെയ്യാൻ സാധിക്കും. അത്തരത്തിൽ റെയിൻ ടച്ച് എന്ന് പറഞ്ഞൊരു ഫീച്ചർ ഈ ഒരു ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. മാത്രമല്ല നേരത്തെ ഞാൻ പറഞ്ഞ IR ബ്ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല Type-C പോർട്ട് USB 3.2 വെർഷനാണ് നൽകിയിരുന്നത്. ഫാസ്റ്റ് ഫയൽ ട്രാൻസ്ഫർ അതുകൊണ്ട് തന്നെ നടക്കും.
സൂപ്പർ സൗണ്ട് ക്വാളിറ്റി, ഒന്നും പറയാനില്ല. ഞാൻ ഇപ്പോൾ ടെസ്റ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് കേട്ടോണ്ടിരുന്നു. എത്രയും നല്ല സൗണ്ട് ക്വാളിറ്റി, അതിമനോഹരമായിട്ടുള്ള ഒരു സ്റ്റീരിയോ സെപ്പറേഷനും ഒക്കെ ഉണ്ട്. നല്ല ലൗഡാണ്, നല്ല ക്വാളിറ്റി ഉള്ളൊരു സൗണ്ട് തന്നെയാണ് ഈ ഒരു ഫോൺ സമ്മാനിക്കുന്നതെന്ന് പറയാതെ അടിപൊളി സൗണ്ട് ക്വാളിറ്റി. അതുപോലെ മികച്ച സൗണ്ട് ക്വാളിറ്റിക്ക് വേണ്ടി ഡോൾബി അറ്റ്മോസ് സപ്പോർട്ടും ഈ ഒരു ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. അതുപോലെ വീഡിയോ വ്യൂയിങ് എക്സ്പീരിയൻസ് പറഞ്ഞാലും ഈ പറഞ്ഞ കർവ്ഡ് ഡിസ്പ്ലേ ഒക്കെ ആയതുകൊണ്ട് നല്ല ഒരു ബെസലെസ് ഡിസ്പ്ലേ ഫീൽ ഉണ്ട്. അതുപോലെ ചിന്നും ഈ മുകൾ കാണുന്ന ഭാഗവും ഒക്കെ വളരെ തിന്നായിട്ടുള്ള ബെസലുകളാണ്. ഇത്തവണ OnePlus 11 നിന്ന് വ്യത്യസ്തമായിട്ട് സെന്റർ പഞ്ച് ഹോൾ ആയിട്ടാണ് സെൽഫി ക്യാമറ കൊടുത്തിരിക്കുന്നത്. OnePlus 11 വന്നിട്ട് അത് സൈഡ് പഞ്ച് ഹോൾ ആയിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ എന്ത് തന്നെയാലും മനോഹരമായിട്ടുള്ളൊരു വീഡിയോ വ്യൂയിങ് എക്സ്പീരിയൻസും ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നു. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ കുറിച്ച് പറഞ്ഞാൽ ഈ ഒരു ഫോണിൽ ആൻഡ്രോയിഡിന്റെ ലേറ്റസ്റ്റ് വെർഷൻ ആൻഡ്രോയിഡ് 14 ആണ് ഔട്ട് ഓഫ് ദ ബോക്സ് തന്നെ നൽകുന്നത്. അതുപോലെ ഇതിനകത്ത് ഓക്സിജൻ OS ആണ് നൽകിയിരിക്കുന്നത്. വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു യൂസർ ഇന്റർഫേസ് ആണ് ഓക്സിജൻ OS എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത്രയും ആപ്ലിക്കേഷൻസ് മാത്രമേ ഈ ഒരു ഫോണിനകത്ത് ഉള്ളൂ. അതിനകത്ത് ഈ പറയുന്ന ബ്ലോട്ട് വേസ് എന്ന് പറയാവുന്ന തരത്തിൽ അങ്ങനെയുള്ള ഒരു ആപ്ലിക്കേഷൻ പോലും കാണുന്നില്ല. നെറ്റ്ഫ്ലിക്സ് എന്ന് പറയുന്ന പ്രീമിയം ആപ്ലിക്കേഷൻ മാത്രമേ ഇതിനകത്ത് പ്രീ ഇൻസ്റ്റാൾ ആയിട്ട് വരുന്നുള്ളൂ എന്നാണ് ഇതുവരെ ഈ ഒരു കണ്ട രീതിയിൽ ഒരു ഫസ്റ്റ് ഇംപ്രഷനിൽ എനിക്ക് തോന്നുന്നത്. ബാക്കിയെല്ലാം ഗൂഗിളിന്റെയും OnePlusന്റെയും ചില ആപ്ലിക്കേഷൻസ് മാത്രം. എന്തായാലും ക്ലീൻ OS എന്ന് പറയാതെ വയ്യ. ഈ ഒരു ഫോണിന്റെ ബോക്സിനകത്ത് ഫോൺ കൂടാതെ ഇതുപോലെ 100 വാട്ടിന്റെ ഒരു ഫാസ്റ്റ് ചാർജർ, A to C ചാർജിങ് കേബിൾ, C to C കേബിൾ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ലതായെന്ന് എന്നൊരു അഭിപ്രായമുണ്ട്. ഫോൺ ഇടാനായിട്ട് മനോഹരമായിട്ടുള്ള ഒരു ബാക്ക് കേസ്, OnePlusന്റേതായ സ്റ്റിക്കർ, അതുപോലെ സേഫ്റ്റി ഗൈഡ്, ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ്, വെൽക്കം ഗൈഡ്, അതുപോലെ റെഡ് കേബിൾ കാർഡ്, അതുപോലെ സിം ഇജക്ടർ പിൻ തുടങ്ങിയ കാര്യങ്ങളാണ് ഫോണിന്റെ ബോക്സിനകത്തുള്ളത്. കഴിഞ്ഞ വർഷത്തെ OnePlus 11 നിന്ന് OnePlus 12 നോക്കുമ്പോൾ ഡിസൈനിലൊന്നും കാര്യമായിട്ടുള്ള വ്യത്യാസം ഈ പറഞ്ഞ പോലെ വന്നിട്ടില്ല. ഈ ഒരു അലർട്ട് സ്ലൈഡർ എടുത്ത് അപ്പുറത്ത് ഇപ്പുറത്തോട്ട് വെച്ചു അല്ലേ, ബാക്കി അവരുടെ ആ ഒരു സെയിം ഐഡന്റിറ്റി നിലനിർത്തുന്ന തരത്തിലുള്ള ഒരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. വെയിറ്റ് ഒരു അല്പം കൂടി, അതൊരു ചെറിയ നെഗറ്റീവായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്, ആ ഒരു വെയിറ്റ് കൂടുതൽ. പക്ഷേ അതിന്റെ ഒരു പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത് 5400 mAh മികച്ച ബാറ്ററി ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സ്നാപ്ഡ്രാഗൺ 8 Gen 3 എന്ന് പറയുന്ന പ്രോസർ വളരെ ബാറ്ററി എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു പ്രോസർ ആണെന്ന് നമ്മൾ ഇത്തരം പ്രോസർ വന്ന് മറ്റു ചില ഫോണുകൾ ഉപയോഗിച്ചപ്പോൾ മനസ്സിലായ ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ ഈ 5400 mAh കൂടി ചേരുമ്പോൾ നല്ല ഒരു ബാറ്ററി ലൈഫ് എന്തായാലും ഈ ഒരു ഫോണിൽ ലഭിക്കും. ഇതൊരു ഫസ്റ്റ് ഇംപ്രഷൻ ആണ്, അധികം ഉപയോഗിച്ച് നോക്കിയെങ്കിലും പറയാൻ പറ്റൂ. ഈ പറയുന്ന OnePlus 11 നിന്നൊരു ഭയങ്കരമായിട്ടുള്ള അപ്ഗ്രേഡുകൾ അധികം വന്നിട്ടില്ല. പിന്നെ എടുത്തു പറയേണ്ട കാര്യം, സെൽഫി ക്യാമറയിൽ 4K റെസൊല്യൂഷൻ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. റാം LPDDR5X റാമിലേക്ക് മാറി ക്യാമറയിൽ കുറച്ച് ഇംപ്രൂവ്മെന്റുകൾ വരുത്തിയിട്ടുണ്ട്. അങ്ങനെ ചെറിയ ചെറിയ ഇംപ്രൂവ്മെന്റുകളാണ് കമ്പാരിറ്റീവ്ലി OnePlus 11 നിന്ന് OnePlus 12 വരുമ്പോൾ വരുന്നത്. എന്ത് തന്നെയാലും OnePlus 11 ഒരു കിഡിലൻ ഫോണായിരുന്നു. OnePlus 11R ഒരു വാല്യൂ ഫോർ മണി സ്മാർട്ട് ഫോൺ ആയിരുന്നു. കഴിഞ്ഞ ഒരു ഫോണിന്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ്, ടെക്നോളജി ഇത്തരം ഫോണുകളുടെ എല്ലാം ഈ പറഞ്ഞ പോലെ സാച്ചുറേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ അപ്പുറത്തേക്ക് ഒന്നും ഒരു ബ്രാൻഡിനും ഒന്നും ചെയ്യാനില്ല എന്നുള്ളതാണെന്ന് തോന്നുന്നു. മുൻകാല മോഡലിൽ നിന്ന് അധികം ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചുകൾ അടുത്ത മോഡലിലേക്ക് വരുത്താൻ ബ്രാൻഡുകൾക്ക് സാധിക്കാതെ പോകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. OnePlus 11 എന്ന് പറയുന്ന മോഡൽ വിറ്റത് 57,000 രൂപയ്ക്കാണോ? അങ്ങനെയെങ്കിൽ 11 നിന്ന് 12 വരുമ്പോൾ ഈ ഒരു അപ്ഗ്രേഡ് ഉൾപ്പെടെ നമുക്കൊരു 60-65 ആ ഒരു പ്രൈസ് റേഞ്ച് നമുക്ക് പ്രതീക്ഷിക്കാമെന്ന് തോന്നുന്നു ഈ ഒരു ഫോണിന്. എനിക്ക് കൃത്യമായിട്ട് വില അറിയില്ല. എന്തായാലും ഈ ഒരു വീഡിയോ കാണുമ്പോൾ ഒരു പക്ഷേ പ്രൈസ് പുറത്ത് വന്നിട്ടുണ്ടാകും, ജസ്റ്റ് ഗൂഗിൾ ചെയ്യാൻ വില അറിയാം.